സർ, കേരളത്തിലെ ഹെൽത്ത് കെയർ നമ്പർ 1 ആണ് എന്നാണ് പറയുന്നത്. നീതി ആയോഗ് പ്രകാരം കേരളത്തിലെ ഹെൽത്ത് കെയർ നമ്പർ 1 തന്നെയാണ്. പക്ഷേ നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇപ്പോൾ നേത്ര ചികിത്സയ്ക്കായിട്ട് അദ്ദേഹം പോയിരിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ഇത് ഒരു ലോജിക്ക് പ്രകാരം ഇതിൽ ഒരുപാട് തെറ്റുകളില്ലേ? അങ്ങനെ നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കേരളം തന്നെയല്ലേ തിരഞ്ഞെടുക്കേണ്ടത്? അതായത് ഒരു കണ്ണ് ചികിത്സ എന്ന് പറയുന്നത് അത്രമാത്രം വലിയ ഗുരുതരമോ അതിസങ്കീർണമായ കാര്യമൊന്നുമല്ല. കേരളത്തിലെ ഓരോ ജില്ലയിലും കണ്ണുകൾ ചികിത്സിക്കാൻ ആവശ്യമായ ആശുപത്രി സ്ഥാപിക്കാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. ഇവിടുത്തെ ആരോഗ്യരംഗം നമ്പർ വൺ ആണ്. നീതി ആയോഗ് പറഞ്ഞു, അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി, ഇവിടുന്ന് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി, ഇവിടുന്ന് അവാർഡ് കിട്ടി എന്നെല്ലാം പറഞ്ഞ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ വിശേഷിപ്പിക്കുന്നത്. അത്രമാത്രം ലോകത്തെ നമ്പർ 1ഉം ലോകാത്ഭുതവുമായി നിൽക്കുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, എത്ര നിസാര അസുഖമാണെങ്കിലും അദ്ദേഹം നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്, അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഈ ചെന്നൈയിൽ ഇദ്ദേഹം എവിടെയാണ് പോകുന്നത്? ചെന്നൈയിലെ ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും അല്ല പോകുന്നത്, സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത്. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നു എന്ന് മാത്രമല്ല, ബഹുരാഷ്ട്ര കുത്തക, ആഗോള മുതലാളിത്ത ഭീകരത എന്നൊക്കെ പറയുന്ന അമേരിക്കയിലേക്കും പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളം നമ്പർ 1 ആണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ ചികിത്സിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം മാതൃക കാണിക്കുകയല്ലേ വേണ്ടത്. അത് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ പോകുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് പിണറായി വിജയനെതിരെ മാത്രമുള്ള ഒരു ആരോപണമല്ല, ചോദ്യമല്ല. ഒരിക്കൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, അദ്ദേഹം CPIM-ന്റെ നേതാവായിരുന്നു, മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോയത് ബ്രിട്ടനിലാണ്. അപ്പൊ ബ്രിട്ടനിൽ പോയി ചികിത്സയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ പത്രക്കാര് വി.എസ്. അച്യുതാനന്ദനോട് ചോദ്യം ചോദിച്ചു, അങ്ങ് ഏറ്റവും എതിർക്കുന്ന വിദേശ ബഹുരാഷ്ട്ര കുത്തക മുതലാളിത്ത മൂലധന ശക്തികളൊക്കെ ഭരിക്കുന്ന ബ്രിട്ടനിലേക്ക് എന്തുകൊണ്ടാണ് പോയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ സത്യസന്ധമായിരുന്നു. ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീവിച്ചിരിക്കണമെങ്കിൽ വല്ല ബ്രിട്ടനിലും പോകണം, കേരളത്തിൽ പറ്റില്ല. അപ്പം വി.എസ്. അച്യുതാനന്ദന്റെ കാലത്തും പിണറായി വിജയന്റെ കാലത്തും ആരോഗ്യം രക്ഷിക്കണമെങ്കിൽ, ജീവിച്ചിരിക്കണമെങ്കിൽ കേരളത്തിൽ ഒരു സർക്കാർ ആശുപത്രിയിലോ സാധ്യമല്ല എന്നുള്ളതിന്റെ തുറന്നു പറച്ചിലാണ് ഈ ചെന്നൈയിൽ പോയിട്ടുള്ള ഈ ചികിത്സ. അതോടൊപ്പം ഞാൻ ചോദിക്കുന്നു, ചൈനയിൽ പോയി ചികിത്സിക്കാത്ത എന്താ? അവിടെ കമ്മ്യൂണിസം ആണല്ലോ. കൊറിയയിൽ പോയി ചികിത്സിക്കാത്ത എന്താ? അവിടെ കമ്മ്യൂണിസം ആണല്ലോ. ക്യൂബയിൽ ചികിത്സിക്കാൻ പോകാത്തത് എന്താ? അവിടെയും കമ്മ്യൂണിസം ആണല്ലോ. അപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം, ആകപ്പാടെ 2-3 ഉള്ളൂ, എന്നാൽ അവിടെ പോയി ഒന്ന് ചികിത്സിക്കണ്ടേ? അവിടെയും പോകുന്നില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കമ്മ്യൂണിസം ഉള്ളിടത്ത് ഇത്തരം സാങ്കേതിക സംഗതികളൊന്നും വളരാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടെ ഒന്നും പോയി ചികിത്സിക്കാനും പറ്റില്ല. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ICU കർട്ടൻ കൊണ്ട് മൂടിക്കെട്ടേണ്ട അവസ്ഥയാണ്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ നീതി ആയോഗിൽ ഫസ്റ്റ് റാങ്കിങ് കൊടുത്തിരിക്കുന്നത്? അത് നല്ല ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഇതൊരു ചോദ്യം എന്നോട് ചോദിക്കേണ്ടായി. ഇപ്പൊ നീതി ആയോഗ് റാങ്കിങ് കൊടുക്കുന്നത് ചില പാരാമീറ്റേഴ്സിന്റെ കാര്യത്തിലാണ്. അതായത് ഒരു ആശുപത്രിയുടെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എല്ലാത്തിനും കൂടി ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മെറിറ്റോ കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഓരോരോ കാര്യത്തിനെയാണ്. ഉദാഹരണത്തിന്, മുറ്റത്ത് മണ്ണും ചെളിയും ഇല്ല, മുറ്റം ടൈലോ കോൺക്രീറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാർക്കുണ്ട്. അതുപോലെ തന്നെ അവിടെ കുടിവെള്ളം കൃത്യമായിട്ട് എല്ലാ മുറിയിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു മാർക്കുണ്ട്. എല്ലാ മുറിയും വൈദ്യുതീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാർക്കുണ്ട്. ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാർക്കുണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് 10-30 കാറ്റഗറിയിൽ ഈ കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഇതിന് മെറിറ്റോ അവാർഡോ ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ കേരളത്തിലെ ആശുപത്രികൾക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? വടക്കേ ഇന്ത്യയിലെ സർക്കാർ ആശുപത്രികളും കേരളത്തിലെ സർക്കാർ ആശുപത്രികളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രിയുടെ മുറ്റത്ത് ടൈല് വിരിച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി അതിനാണ് ഇവിടെ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. മലയാളിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ഈ മുറ്റത്ത് ടൈല് വിരിച്ചത് അഴിമതിക്ക് വേണ്ടിയായിരുന്നു, അല്ലാതെ രോഗികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല. രോഗികളെ രക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ
മുറ്റത്ത് ടൈൽ വിരിക്കുകയല്ല വേണ്ടത്, ഉപകരണങ്ങളും മരുന്നും ഒക്കെ മേടിച്ച് വെക്കുക വേണ്ടത്. അപ്പോൾ മുറ്റത്ത് ടൈൽ വിരിച്ചതിന് അവാർഡ് കിട്ടിയത് ആരോഗ്യ മേഖലയ്ക്ക് മൊത്തം നീതി ആയോഗിന്റെ അവാർഡാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ഇവരുടെ തന്ത്രം. അപ്പോൾ ശരിക്കും ഈ നീതി ആയോഗിന്റെ റേറ്റിംഗ് ഒക്കെ ശരിക്കും പൊള്ളയാണോ? ആ റേറ്റിംഗിനെ ഇവര് പൊള്ളയായ രീതിയിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതാണ്. അതായത് ഒരു ലോട്ടറി ഏജന്റ് ലോട്ടറി വിൽക്കുന്നു എന്ന് കരുതുക. അയാൾക്ക് ഒരു ദിവസം വിൽക്കേണ്ട ലോട്ടറി 100 എണ്ണമാണ് എന്നിരിക്കും. അയാളുടെ കമ്പനി ടാർഗറ്റ് കൊടുത്തിരിക്കുന്നു, നിങ്ങൾ 100 ടിക്കറ്റ് വിൽക്കണം. അപ്പം 100 ടിക്കറ്റ് വിറ്റാൽ നിങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടും. ഉടനെ ഇയാള് ഒരു ദിവസം 100 ടിക്കറ്റ് വിറ്റു, അയാൾക്ക് ലോട്ടറി ഏജന്റിന്റെ 1ാം സമ്മാനം കിട്ടി. ഉടനെ ഇയാൾ പ്രസിദ്ധീകരിക്കുകയാണ്, ഇത്തവണത്തെ ലോട്ടറി 1ാം സമ്മാനം ഞാൻ വിറ്റ ടിക്കറ്റിനാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അതുപോലെയുള്ള അവകാശവാദം മാത്രമാണ് പിണറായി വിജയന്റെ നീതി ആയോഗിന്റെ അവാർഡ്. ശരിക്കും നമ്മുടെ ആരോഗ്യ മേഖലയെ കുറിച്ച് ഹാരിസ് ബീരാനൊക്കെ കുറെ തുറന്നു പറച്ചിൽ നടത്തിയതാണ്. അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? തീർച്ചയായും. അതായത് ഹാരിസ് ബീരാൻ സഹിക്കാൻ വയ്യാതെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നതാണ്. തുറന്നു പറയാത്ത ആയിരക്കണക്കിന് ഡോക്ടർമാർ നമ്മുടെ ആശുപത്രികളിലുണ്ട്. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുമുണ്ട്. പിന്നെ അവർ പറയുന്നത് പ്രതികരിച്ചിട്ട് കാര്യമില്ല സാർ, പ്രതികരിച്ചാൽ ഒരു ഫലവും ഉണ്ടാവില്ല, മാത്രമല്ല അവർ നമുക്കെതിരെ ശിക്ഷണ നടപടിയെടുത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം ശമ്പളവും കിട്ടാതെ പെൻഷനും കിട്ടാത്ത അവസ്ഥയിലാക്കും. അത്ര ഭീകരമാണ് ഗവൺമെന്റിന്റെ നീക്കം. അതുകൊണ്ട് ഞങ്ങൾ ആരും മിണ്ടുന്നില്ല. ഹാരിസ് ബീരാന് മനസാക്ഷിക്കുത്ത് സഹിക്കാൻ വയ്യാതായപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ആരും മനസ്സിലാക്കാതെ വന്നപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചു പോയതാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് കാർ പോലും ഉപയോഗിക്കാതെ ബൈക്കിൽ വന്ന് സ്കൂട്ടറിൽ വന്ന് അദ്ദേഹം ചികിത്സ നടത്തുന്നയാളാണ്. കാരണം ആശുപത്രിയുടെ മുറ്റത്തോട്ട് ഒരു കാർ കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന അസൗകര്യം ഒഴിവാക്കാൻ അദ്ദേഹം സ്കൂട്ടറിൽ വന്നിട്ടാണ് ചികിത്സ നടത്തിയിരുന്നത്. ആ ഹാരിസ് ബീരാന് പോലും പൊട്ടിത്തെറിക്കേണ്ടി വന്നു നമ്മുടെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ച്. അത് യഥാർത്ഥത്തിലുള്ള കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ നേർചിത്രമാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. ശരിക്കും നമ്മുടെ ആരോഗ്യ മേഖല വളരെ കഷ്ടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ലേ? കാരണം ഡോക്ടർമാർക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു സാലറി ഇല്ല. നഴ്സുമാരാകട്ടെ ഭൂരിപക്ഷം പേരും പ്രിഫർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളാണ്. എന്നിട്ടും നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരുമായി നല്ല ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കേരളത്തിലുള്ള അത്രയും സ്വകാര്യ ആശുപത്രികൾ ഇന്ത്യയിൽ ഒരിടത്തില്ല. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അലോപ്പതി മെഡിസിനിന്റെ 25% കേരളത്തിൽ മാത്രമാണ് വിറ്റഴിക്കപ്പെടുന്നത്. നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 150 കോടിയാണ്. നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടിയാണ്. അതിൽ 1 കോടി വിദേശത്താണ്, 2.5 കോടി ഇവിടെയുള്ളൂ. അപ്പൊ 150 കോടി ജനങ്ങളിൽ 2.5 കോടി മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൽ ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 25% മരുന്ന് വിറ്റഴിക്കുന്നുവെങ്കിൽ അത്രമാത്രം കെടുകാര്യസ്ഥത ഇവിടുത്തെ ആരോഗ്യരംഗത്തുണ്ട്. അത് സ്വകാര്യ മേഖലയുമായി ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് CPM ഭരിക്കുന്ന കേരളത്തിൽ ഇത്രമാത്രം പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾ തലയുയർത്തി നിൽക്കാൻ കാരണം.